നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് നന്ദുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അനി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. കുറച്ച് കഴിയുമ്പോ നന്ദു വരും എന്നൊരു ചിന്താഗതിയായിരുന്നു. ഈ സമയത്താണെങ്കിലോ അബിക്ക് നല്ല സംശയമുണ്ട്. നാളെ നന്ദുവിന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം അബിയോട് നവ്യാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഉറപ്പായിട്ടും അനിയും നന്ദു തമ്മിൽ കണ്ടുമുട്ടും. ഇന്ന് അവന് താമസിച്ചാ വരുന്നെങ്കിൽ അവർ തമ്മിൽ കണ്ടുമുട്ടും എന്നൊക്കെ ഇങ്ങനെ നവ്യോട് പറയുന്നുണ്ട്. നവ്യ പറഞ്ഞു, അവർ കണ്ടാലും ശരി ഇല്ലെങ്കിൽ ശരി ഉറപ്പായിട്ടും അവർ തമ്മിൽ ഒന്നിക്കാനൊന്നും പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ, നിന്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കാനായിട്ട് പറയണം. ഒടുവിൽ നവ്യ കനകയെ വിളിക്കുവാണ്. കാരണം ഇനിയിപ്പം അഭി പറഞ്ഞ അനുസരിച്ചില്ലാന്ന് വേണ്ട, ചിലപ്പോ അവൻ പറഞ്ഞ പോലെ ശരിയാണോ, ഇനിയിപ്പോ അവര് തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ടോ ഇതൊന്നും അറിയത്തില്ലല്ലോ. കനികയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ലമ്മേ നന്ദു അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. എന്താ നവ്യ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ, ഓ അതുകൊണ്ട് നീ വിളിച്ചാണെന്ന് ചോദിച്ചു. അല്ല നന്ദു ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്, അവൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ, അവൾ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. നൈറ്റ് ഡ്യൂട്ടിയോ? അത് നൈറ്റ് ഡ്യൂട്ടിയാന്ന് പറഞ്ഞു. നൈറ്റ് ഡ്യൂട്ടി ഒന്നും ആയിരിക്കില്ല, മിക്കവാറും അവനുമായിട്ട് കറങ്ങാൻ പോയതായിരിക്കും, ആ അനിയുമായിട്ട്. അതിനുള്ള സർവ്വ ചാൻസും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, ദേ വെറുതെ അനാവശ്യം പറയരുത്, നന്ദൂട്ട് അങ്ങനെയൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ അമ്മ പറയും, അങ്ങനെയൊന്നും അല്ല, നിങ്ങളുടെയൊക്കെ കണ്ണ് വെട്ടിച്ചോണ്ടിരിക്കുക അവൾ ആരാ മോള്, അവളെ കുറിച്ച് ഇതുവരെയായിട്ടും അച്ഛനും അമ്മയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ കുറെ കുറ്റം പറയണം നന്ദുവിന്റെ. എന്നിട്ട് കോള് കട്ട് ചെയ്യുന്നേ. അപ്പോഴേക്കും കനകയ്ക്ക് സംശയമായി. ഒടുവില് കനക നന്ദുവിനെ വിളിക്കുവാണ്. നന്ദനെ വിളിച്ചിട്ട് ചോദിച്ചു, നന്ദുട്ട നീ ഇത് എവിടെയാന്ന് ചോദിച്ചു. അമ്മേ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന്, അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ വീഡിയോ കോൾ വിളിക്കാം, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കനക വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞപ്പം നന്ദു പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോഴാണ് കനകയ്ക്ക് ഒരു സമാധാനം വന്നേ. കനക പറഞ്ഞു, ഓ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നാളെ നിന്റെ ബർത്ത്ഡേ ആയിട്ട് ആ അനിയുമായിട്ട് അങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോയോന്ന്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കോട്ടോ, വെറുതെ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊന്നും പാടില്ല, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ എന്നൊക്കെ കൃത്രിമമായിട്ടൊരു ദേഷ്യം അങ്ങോട്ട് അഭിനയിക്കുവാണ് നന്ദു. അങ്ങനെ പറയണ സമയത്ത് നന്ദിന്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പാവം അച്ഛനും അമ്മേ അവരെത്താൻ വഞ്ചിക്കുകയാണല്ലോ എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ എങ്കിൽ അനി വിളിച്ചിട്ടുണ്ട്, ചെല്ലാതിരിക്കാൻ പറ്റില്ല, അത് അവന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് പോയാൽ മതിയാവുള്ളൂ. അങ്ങനെ കോള് കട്ട് ചെയ്തു. ഇത്ര സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് നവീൻ അങ്ങോട്ടേക്ക് വരുന്നേ. നവീൻ വെറുതെ അല്ല വന്നേ, നവീന്റെ കയ്യിൽ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല നന്ദു നവീൻ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പം നവീൻ അറിയായിരുന്നു നന്ദുവിന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം. അപ്പം നന്ദു പക്ഷെ നവീനോട് ആരോടും പറഞ്ഞില്ല ബർത്ത്ഡേയുടെ കാര്യം. ആകെപ്പാടെ എനിക്ക് മാത്രമായിരുന്നു അറിയാവുന്നുണ്ടായിരുന്നേ. പക്ഷെ അതൊക്കെ നവീൻ അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നവീനെ കണ്ടിപ്പോ നന്ദു ആദ്യം ഒന്ന് പകച്ചു. പിന്നീട് ചോദിച്ചു, എന്താ നവീനേട്ടാ ഇവിടെ എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അല്ല നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് ചോദിച്ചു. എന്ത് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന്? അപ്പോഴേക്കും നന്ദുവിന് ഭയങ്കര ടെൻഷനായി. അപ്പൊ നന്ദി ചോദിച്ചു, നാളെ എന്താ? ഓ ഒന്നും അറിയത്തില്ലാത്ത പോലെ, നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേന്ന് ചോദിച്ചു. അപ്പൊ അത് സെലിബ്രേറ്റ് ചെയ്യാന്ന് കരുതിയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അപ്പൊ അനിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അനി നവീന്റെ കോള് വന്നിട്ട് എടുത്തു പോലും ഇല്ല. ഇനിയിപ്പൊ അവന്റെ കോള് വരുമ്പോ എടുത്തു കഴിയുമ്പോ ഇനിയിപ്പം അവനോട് താൻ പറയേണ്ട വരുമോ നന്ദുവിന്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം? താനും അവളും കൂടെ സെലിബ്രേറ്റ് ചെയ്യാനിരിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് അവന്റെ കോൾ എടുക്കാതിരുന്നത്. പക്ഷെ നവീൻ ഇങ്ങനെ എരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള കാര്യം നന്ദു പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുവില് ബർത്ത്ഡേ അവിടെ വെച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ബാക്കി പോലീസുകാരൊക്കെ അറിഞ്ഞു നന്ദുവിന്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം. പക്ഷെ നന്ദുവിന് പറയാൻ പറ്റില്ലോ അനി തനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ള കാര്യം. അനിയാണെങ്കിലോ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നന്ദു ഇപ്പൊ വരൂ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ എങ്കിലോ 12 മണിയാകാനായിട്ട് ഇവിടെ നവീൻ കാത്തിരിക്കുകയാണ്. ആ സമയം നന്ദു പറഞ്ഞു, അതെ നവീനേട്ടാ, അതെ ഇത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യും. നന്ദു വേറെ ഡ്യൂട്ടി അല്ലേ, അപ്പൊ നന്ദുവിന് ഇനിയിപ്പം വേറെ പോയി സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, നാളെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തോ, ഇന്ന് എന്തായാലും നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ നന്ദുവിന് ഭയങ്കര ടെൻഷനായി. ഒരു വശത്ത് അനി, ഒരു വശത്ത് ഇവിടെ നവീനേട്ടൻ വന്നിരിക്കുന്നു. ഇനിയിപ്പം ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നവീനേട്ടൻ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, പോവാനും പറ്റില്ല, പെട്ടുപോയൊരവസ്ഥയിലായി. ഇതിന്റെ ഇടയ്ക്ക് അനി വിളിക്കുവാണ്. അനി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയായി. അനി ഓർത്തിതെന്താ ഇവള് വരൂന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്നേ, ഇത്ര സമയമായിട്ടും വന്നില്ലല്ലോ, വരേണ്ടതാണല്ലോ എന്നൊക്കെ ഓർക്കുവാണ്. അങ്ങനെ 12 മണിയൊക്കെ ആറായപ്പോഴത്തേനും അനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാ കാത്തിരുന്ന ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ എങ്കില് നന്ദു വരാത്തോണ്ട് അതിന്റെ ടെൻഷനായിരുന്നു. കൃത്യം 12 മണിയായി കഴിഞ്ഞപ്പോ തന്നെ
നവീൻ നന്ദുവിനെ കൊണ്ട് കേക്ക് കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ, ബാക്കി പോലീസുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടി കൂട്ടിയിട്ട് ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. ഈ സമയത്ത് നവീൻ എന്ത് ചെയ്തു, ആ വീഡിയോസും കാര്യങ്ങളൊക്കെ അനിയുടെ ഫോണിലേക്ക് ഇട്ടും കൊടുക്കുവാണ്. നവീന്റെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനി അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ അത് കണ്ടപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എല്ലാം ഒരുക്കി വെച്ചിട്ട് അവസാനം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊരു ചിന്ത. അവളോട് പ്രത്യേകം പറഞ്ഞ വേറെ ആരും വേണ്ടെന്ന്. നവീൻ കൃത്യസമയത്ത് തന്നെ എങ്ങനെ അവിടെ എത്തി. എനിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അനിയുടെ എല്ലാം മൂടും പോയി. ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു ബർത്ത്ഡേ ആയിരുന്നല്ലോ അത്. ഈ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്ത് താൻ അവൾക്ക് ആദ്യം കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്ന, അതുകൊണ്ട് മാത്രമാണ് ആരെ അറിയിക്കാതെ കടൽത്തീരത്ത് വെച്ചത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്താമെന്ന് തന്നെ വെച്ച് തന്നെ രണ്ടുപേരും മാത്രമായിട്ട്. നന്ദുവിന് മുഖത്താണെങ്കിൽ ആകെപ്പാട് ടെൻഷനായിരുന്നു. ഈ സമയത്ത് നവീൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഞാനാണെ അനിയെ വിളിച്ച, പക്ഷെ അവൻ കോൾ എടുത്ത് പോലും ഇല്ലാന്ന് പറഞ്ഞു. നന്ദുവിന് അറിയായിരുന്നു കോൾ എടുക്കാത്തതിന്റെ കാരണം എന്താന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നവീനേക്ക് അങ്ങോട്ട് പോയി. ആ സമയത്ത് നന്ദു അനിയെ വിളിക്കുകയാണ്. 2 പ്രാവശ്യം വിളിച്ചിട്ട് അനി കോൾ എടുത്തില്ല. നന്ദുവിന് മനസ്സിലായ കാര്യം എന്താന്നുള്ളത്. പിന്നീട് നന്ദു അനിയുടെ അടുത്തേക്ക് വരുവാണ്. അനിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനി ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന കണ്ടു. അനിയുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദുവിന് സങ്കടമായി. നന്ദു പറഞ്ഞു, എടാ നീ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുക. എനിക്ക് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പോരാൻ പറ്റില്ലായിരുന്നു. നവീനോട് ഞാൻ പറഞ്ഞൊന്നുമില്ല, പക്ഷെ നവീനേട്ടൻ അറിയായിരുന്നു എന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം. അങ്ങനെ അറിഞ്ഞിട്ട് വന്നാ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. ഈ സമയത്ത് അനി പറഞ്ഞു, എന്തായാലും ഇത് കുറച്ച് ക്രൂരതയായിപ്പോയി. ഞാൻ എത്ര പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നാന്നറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സങ്കടപ്പെടുവാണ്. ഒടുവിൽ നന്ദു ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതും കൊണ്ടൊന്നും എനിക്കായില്ല. കാരണം തന്റെ പെണ്ണിനെ തനിക്ക് കൈവിട്ടു പോകുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ നന്ദു ഒരു വിധത്തിൽ അനി ആശ്വസിപ്പിച്ചു. പിന്നീട് കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് അനി വീട്ടിലേക്ക് പോകുന്നത്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും നയനെ ആദർശം കൂടെ നന്ദുവിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നന്ദുവിന് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. രാവിലെ തന്നെ അവർ വന്നു. ഈ സമയത്ത് കനകയും ഗോവിന്ദനും ഒക്കെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡിയാകുമായിരുന്നു. പിന്നീട് അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞതേ നന്ദൂട്ടിന് എഴുന്നേറ്റില്ല, രാത്രി ലേറ്റ് ആയിട്ടാ വന്നേന്ന് പറഞ്ഞു. അവളെയും കൊണ്ട് രാവിലെ ക്ഷേത്രത്തിൽ പോകണമെന്ന് വിചാരിച്ചാ 2-3 വട്ടം വിളിച്ചിട്ട് എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന് പറഞ്ഞു, ആഹാ എന്നാ ഞാനൊന്ന് പോയി വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നയനെയൊന്നു. നയന് പോയി നന്ദുവിനെ വിളിച്ച് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാണ്. പിന്നീട് നന്ദുവിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നയനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കനകയ്ക്ക് ഭയങ്കര സമാധാനം സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നീട് നന്ദു വന്നിട്ട് ആദർശിനോടും നയനയോടും കേസിന്റെ കാര്യത്തെക്കുറിച്ചും എല്ലാം ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് മാളവികയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു, ഒരു കാര്യം എന്താണല്ലോ ഉറപ്പാ, ആദർശേട്ടന് എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസ് തെളിയിക്കാനായിട്ട് പറ്റും. ഇതിന്റെ പിന്നിൽ ആരുള്ളെന്ന് കണ്ടെത്താനായിട്ട് പറ്റും. എന്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. മാളവികയ്ക്ക് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് പിറ്റേ ദിവസം മാളവിക ജോയിൻ ചെയ്യാനായിട്ട് വന്നു. മാളവികയ്ക്ക് നല്ലൊരു സ്വീകരണം തന്നെയാണ് അവിടെ കിട്ടിയത്. പിന്നീട് ഡേവിഡ് വിളിച്ചിട്ട് മാളവികയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അറിയാലോ, നമ്മുടെ ജ്വല്ലറി ഈ വിഷുവിന് 1ാം സ്ഥാനത്തായിരിക്കണം. നല്ല നല്ല ഡിസൈനിങ് ഒക്കെ വേണം വരാനായിട്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാളവിക കളക്ഷൻസ് എന്ന പേരിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു പുതിയ കളക്ഷൻ തന്നെ തുടങ്ങാൻ പോവാ. അതിന്റെ ഗുണം മാളവികയ്ക്കായിരിക്കും എന്ന് പറഞ്ഞു. മാളവിക പറഞ്ഞു, അതിലൊക്കെ ഞാൻ ഓക്കെ സാറേ, എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ കഴിവിന്റെ പരമാവധി തന്നെ ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം മാളവിക ഡിസൈൻ ചെയ്ത അതുണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തേ. പക്ഷേങ്കിൽ എനിക്കപ്പം അത്ര കൂടെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നല്ലതാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്താണെങ്കിലും അതിന്റെ ഗുണം മാളവികയ്ക്ക് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇനി മുതൽ മെയിൻ ഡിസൈനർ ആയിരിക്കും മാളവിക ഇവിടുത്തെ എന്ന് പറഞ്ഞു. അങ്ങനെ മാളവികയ്ക്ക് കുറെ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മാളവിക എല്ലാം സന്തോഷം അഭിനയിച്ച് നിൽക്കുകയാണ്. കാരണം ഇനിയിപ്പം ഇത്രയും വലിയ ഓഫറൊക്കെ തരുമ്പോൾ ഇനി വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് സംശയം തോന്നുകയും ചെയ്യും. അതുകൊണ്ട് മാളവിക എല്ലാത്തിനും എസ് മൂളുവാണ്. ഈ സമയത്ത് കിരണിനെ പോയി കാണുന്നുണ്ട് ആദർശ് കിരണിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കിരൺ പറഞ്ഞ്, നീ പേടിക്കണ്ട, അധികം വൈകാതെ തന്നെ ഈ പറയുന്ന ഡേവിഡിന്റെ ഫോണിൽ നിന്ന് പോയിരിക്കുന്ന കോള് അത് ആരുടെയാന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. നീ ധൈര്യമായിട്ടിരിക്കുക. അതിനഞ്ഞ് അധിക ദിവസം വേണ്ടി വരത്തില്ല. സേവിയർ എന്താണെങ്കിലും കഴിവുള്ളവനാ. അവനവന്റെ കഴിവിന്റെ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. അധിക ദിവസമൊന്നും നമുക്ക് കണ്ടെത്താതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ പറയുന്ന ഡേവിഡിനെ വിളിക്കുന്ന നമ്പറുകാരന് ഇതുപോലെ നമ്മളെപ്പോലെ സേവിയറിനെ പോലെ തന്നെ മിടുക്കനായ ഒരാൾ അയാളുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഒരു പക്ഷെ കുറച്ചു കാലമൊക്കെ മറച്ചു വെക്കാൻ പറ്റിയായിരിക്കും. പക്ഷേങ്കിൽ അതേ കാലമൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ജീന എന്ന് പറയുന്ന പെണ്ണ്, അവളെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കണം. അത് അന്വേഷിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമെന്ന് പറയണം. അങ്ങനെ അവർ തമ്മിൽ ഒരു പ്ലാൻ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.